ഹായ് ഹലോ വിവോസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വേൾഡ്. നിങ്ങളുടെ സ്വന്തം മാനി ഇന്ന് എത്തിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ അനാർക്കലി കാണിക്കാനാണ്. 25 മീറ്റർ 24 അല്ലെങ്കിൽ 25 പീസിൻ്റെ പാനൽ കട്ട് അനാർക്കലിയാണ്. ഇതാണെങ്കിൽ ഒരു പ്രീമിയം സ്റ്റൈലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ടുള്ള, അതായത് ഞങ്ങളുടെ ചർച്ചിൽ തന്നെ നല്ലൊരു പൊസിഷനിലുള്ള ഒരാളുടെ ഓർഡറാണ്. ഒത്തിരി ഓർഡേഴ്സ് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹൗസ് വാമിംഗ് ആണ്, പിന്നെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആണ്. അപ്പം എല്ലാത്തിനും കൂടെ നമുക്ക് ഒറ്റ ഓർഡറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹ്യൂജ് ഓർഡർ ആയിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. ഇതാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള, അതായത് ലൈറ്റ് ലാവണ്ടർ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പേസ്റ്റൽ ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡും തമ്മിലുള്ള ഒരു മിക്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഡ്രസ്സ് കണ്ടാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാൻഡ് പാർട്ടിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർബായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഔട്ട്ഫിറ്റാണ്. റേറ്റും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റാണ്. കറക്റ്റ് പ്രൈസ് ഒന്നും ഞാൻ പറയത്തില്ല, എങ്കിലും ലാസ്റ്റ് ആണെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ആണെങ്കിൽ ഏകദേശം ഒരു പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് കുർത്തി ഒന്ന് കണ്ടു നോക്കാം. പറയാനായിട്ട് ഒത്തിരി ഉണ്ട്, ഒരു ഡ്രസ്സേ ഉള്ളൂ എങ്കിലും നമുക്ക് എന്തായാലും കുർത്തിയുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം. അപ്പോൾ കുർത്തിയെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിട്ട് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണിത്. ഫസ്റ്റ് തന്നെ നമുക്കാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള സ്റ്റോൺസ് നോക്കാം. സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്റ്റൽ രീതിയിലുള്ള സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഷൈനിങ് ആണ്, കണ്ടില്ലേ, നല്ല റേറ്റുമുള്ള സ്റ്റോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ലെയർ ആണെങ്കിൽ ഒരു ഗോൾഡൻ ടച്ചിലാണ് നമ്മളാണെങ്കിൽ ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി എന്താ പറയുക, ഒരു പളപ്പളപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഒരു തിളക്കവും വേണ്ട, എന്നാൽ മാറ്റ് ഫിനിഷ് ആയിരിക്കണം, അങ്ങനത്തെ കുറേ സജഷൻസ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ, അതായത് ഇതിൻ്റെ തനിമ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ലെയർ എന്ന് പറയുന്നത് നെക്കാണ്, നമ്മൾ നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്കിൽ നെറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ ഫുൾ നമ്മുടെ എന്താ പറയുക ലൈൻസ് ആണ്, സ്പ്രെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ലൈൻസിൻ്റെ നമ്മുടെ കട്ട് ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് ലൈൻ ആണെങ്കിൽ ഫുൾ സ്കാലപ്പാണ് കേട്ടോ, കണ്ടില്ല. വി കട്ടിലാണെങ്കിൽ വി ഷേപ്പാണ് നെക്കിൻ്റെ സ്റ്റൈൽ വരുന്നത്. അതിൽ ഫുൾ സ്കാലപ്പാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴത്തായിട്ട് ഹെവി ആയിട്ടുള്ള ഒരു 3 ലെയേഴ്സ് അല്ലെങ്കിൽ ഒരു 3 ലെയറിൻ്റെ ഒരു കട്ട് ബീഡിൻ്റെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി ഫുൾ കവർ ചെയ്യുന്ന തരത്തിൽ ഹെവി ആയിട്ടുള്ള ഷുഗർ ബീഡിൻ്റെയും സ്റ്റോൺസിൻ്റെയും ഒക്കെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഓപ്പൺ ലുക്ക് ഒന്ന് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 കിലോയോളം വരുമെന്നാണ് തോന്നുന്നത് ഡ്രസ്സ്. ഇതാണ് നെക്കിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഹെവി ആണ് നെക്ക് പോർഷൻ വരുന്നത്, കണ്ടില്ല. ഇതാണ് നമ്മുടെ ഹാൻഡ് വർക്ക്, ഈ ഒരു പോർഷൻ വരെ നല്ല ഹെവി, തിക്ക് ആൻഡ് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റൈൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ്, പേസ്റ്റൽ ലാവണ്ടർ ഷെയ്ഡാണ് ബോഡിക്ക് കൊടുത്തിട്ടുള്ളതെങ്കിലും നെറ്റ് ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് നല്ല വൈൻ റെഡ് കളറാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ദുപ്പട്ട വരുന്നത് വൈൻ കളറിലാണ്. അപ്പം ഒരു മൾട്ടി കളർ അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവാണ്. സ്ലീവ് ആണെങ്കിൽ ഒത്തിരി ഹെവി ആക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഒരു സ്പ്രെഡിങ് പോലത്തെ നമ്മുടെ ചെസ്റ്റിൽ വരുന്നതിൻ്റെ വോക്കിൻ്റെ ഫുൾ സ്പ്രെഡിങ് ആണ് സ്ലീവ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഹാൻഡ് വർക്കാണ് വരുന്നത്. അത്രയും ടൈം എടുത്ത് ഏകദേശം നമുക്കാണെങ്കിൽ ഒരു 2 days ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വർക്കിൻ്റെ കാര്യവും അത്ര സിമ്പിൾ അല്ല. പാനൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവിയാണ്, ഒത്തിരി ടൈം നമുക്ക് വേണ്ടി വരും ചെയ്യാനായിട്ട്. ദുപ്പട്ട വരുന്നത് ക്രഷ്ഡ് ജോർജറ്റ് ഓർഗാൻസയിൽ ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. വൺ സൈഡ്, അതായത് നമ്മുടെ മെയിൻ സൈഡ് വെയർ ചെയ്യുന്ന പോർഷനിൽ ഫുൾ ഇതുപോലത്തെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത്. ഒരു എന്താ പറയുക, ഒരു ഹാഫ് കോർണറിൽ നിന്ന് ഫുള്ള് കവർ ചെയ്ത് എൻ പോർഷൻ, അതായത് ഇപ്പോഴത്തെ കോർണർ വരെ നമ്മളാണെങ്കിൽ ഈ ഒരു സെയിം ഹാൻഡ് വർക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ സ്റ്റോൺസും ആണ് കൊടുത്തിട്ടുള്ളത്. സ്കാറ്റേർഡ് നടക്കുന്ന തരത്തിലുള്ള സ്റ്റോൺസും ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് വെയർ ചെയ്യുമ്പോഴത്തേനും ഒരു എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ആക്ച്വലി ഇതിന് സത്യത്തിൽ ഒരു ദുപ്പട്ടയുടെ ആവശ്യം വരുന്നില്ല, അത്രയും വർക്ക് വരുന്നതുകൊണ്ടെങ്കിലും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ദുപ്പട്ട അവിടെ സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ എൻ്റെ ഡ്രസ്സിൻ്റെ ടോട്ടൽ ലുക്ക് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഏത് കളേഴ്സ് ആണെങ്കിലും നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്രേപ്പ് ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ലോക്കിംഗ് ആണ്. പിന്നെ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതെന്താ പറയുക, ഫുള്ള് സ്റ്റോൺസ് ഒക്കെ ആയതുകൊണ്ട് ഇതാണെങ്കിൽ ഹാങ് ചെയ്യാൻ അല്ലെങ്കിൽ തൊടുത്തിയിട്ട് ഇതിനെ വലിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത്രയ്ക്കും കെയർ ആയിട്ട്, അതൊരു പ്രീമിയം സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ അത്രയും കെയർ ആയിട്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതാണ് കുർത്തിയുടെ ഫുൾ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സ് ജസ്റ്റ് ഞാനാണെങ്കിൽ ഡ്രാപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതാണെങ്കിൽ കാണിക്കാം. അതായത് നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോഴത്തേനും ഇത് എന്ത് ലുക്കായിരിക്കും, അല്ലെങ്കിൽ നെക്ക് ആണെങ്കിൽ ഏത്
അപ്പോൾ കണ്ടില്ല ടോട്ടലായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു ലുക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ദുപ്പട്ടയൊക്കെ എന്ന് പറയുന്നത് കണ്ടില്ല ഈ ഒരു സ്റ്റൈലാണ് വന്നിട്ടുള്ള ഫുൾ സ്റ്റോൺസ് ആണ് കേട്ടോ വരുന്നത്. 2.5 മീറ്റേഴ്സ് തന്നെ നമുക്ക് ലെങ്ത് അവൈലബിൾ ആണ്. ടോപ്പിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് 17 ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ നമ്മുടെ വേറെയുമ്പോഴത്തേനുള്ള ലുക്ക് വരുന്നത്. ഞാൻ ഉള്ളിലായിട്ടൊരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുമോ എന്തോ എങ്കിലും ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഉണ്ടോ നെക്കിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് അത് നെറ്റിൻ്റെ പോർഷൻ. നമ്മുടെ ഇന്നേഴ്സ് ഒന്നും കാണത്തില്ല, അത്രയ്ക്ക് നല്ല സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഞാൻ ഈ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക. എന്തെങ്കിലുമൊക്കെ കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും. പ്രീമിയം സ്റ്റൈൽ കുർത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിന് എത്രത്തോളം റേറ്റ് ആയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റേറ്റും ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മളെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഏത് കളേഴ്സ് ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഇത്രയും ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിൻ്റെ ഒക്കെ പ്രീ ബുക്കിംഗ് ടൈം നമ്മൾ എടുക്കുന്നത് 35 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ അത്രയും നേരത്തെ തന്നെ ഓർഡർ ചെയ്യുക. എന്തെങ്കിലും പാർട്ടീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ആരും മറക്കേണ്ട യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.